സ്നേഹിക്കുന്നേ 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 യേശുവേ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയും. സുഭാഷിതം. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ 1, 2, 3 ലേഖനങ്ങൾ, വെളിപ്പാട് എന്നീ 5 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് ദൈവം ഉപയോഗിച്ച സെബദിയുടെയും ശലോമയുടെയും മകനായിരുന്ന, യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് തന്നെക്കുറിച്ച് പറഞ്ഞവനായ യോഹന്നാൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അദ്ദേഹം എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഇഫ് വി സേ ദാറ്റ് വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം ആൻഡ് വാക്ക് ഇൻ ഡാർക്ക്നെസ്, വി ലൈ ആൻഡ് ഡു നോട്ട് പ്രാക്ടീസ് ദ ട്രൂത്ത്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവനോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് കൂട്ടായ്മ എന്നുള്ളത്. ഇത് പുരാതന ഗ്രീക്ക് പദമായ കൊയിനോണിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം പങ്കിടൽ, പൊതുവായ ബന്ധം, പൊതുജീവിതം എന്നൊക്കെയാണ്. ആദിമസഭ അങ്ങനെ ആയിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:44 കാണുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് 3-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. വീണ്ടും 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. വെളിച്ചമാകുന്ന ദൈവത്തിലേക്ക് നമുക്ക് കൂട്ടായ്മ ഉണ്ടായത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാകുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നാം വെളിച്ചത്തിന് കൂട്ടായ്മയുള്ളവരാകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂട്ടായ്മ എന്നുള്ളത് ക്രിസ്തുവുമായുള്ള ഒരു വിശ്വാസിയുടെ ആത്മീയ ഐക്യത്തെ സൂചിപ്പിക്കുമ്പോൾ പ്രായോഗികമായി വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. യേശുവിനെ രക്ഷകനായി വിശ്വസിച്ചപ്പോൾ നാം ദൈവമക്കളായി. ക്രിസ്തുവുമായുള്ള നിത്യ ഐക്യത്തിലേക്ക് നാം പ്രവേശിച്ചു. ദൈവമായിട്ടുള്ള ഐക്യത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നാം ആയിത്തീർന്നു. നാം ദൈവമക്കളായി തീർന്നതോടെ ത്രിയേക ദൈവം നമ്മളിൽ വസിക്കുകയാണ്. നാം വെളിച്ചത്തിൽ ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇരുളിന് സ്ഥാനമില്ല. ഇരുട്ടിന്റെ പ്രവർത്തികൾ പാപപ്രവർത്തികളാണ്. വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും ലോകം, ജഡം, പിശാച് എന്നിവയോട് പൊരുതി ജയിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പാപപ്രവർത്തികൾ അനുവദിക്കുന്നതാണ് ഇരുട്ടിൽ നടക്കുക എന്ന് പറയുന്നത്. നാം ദൈവമക്കളാണെന്ന് പറയുകയും ഇരുട്ടിന്റെ പ്രവർത്തികളിൽ കൂട്ടായ്മ കാണിക്കുകയും ചെയ്താൽ ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. പാപം ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിച്ഛേദിക്കപ്പെടുന്നു. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വെളിച്ചത്തിൽ നടക്കുവാനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാനും സാധിക്കും. നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വെളിച്ചത്തിൽ നടന്ന് അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മയിൽ അന്ത്യം വരെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന്
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ.